അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ണേറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണേർ എന്നുള്ളത് സത്യമാണ്. ആരും അതിൽ വിശ്വാസക്കുറവ് കാണിക്കേണ്ടതില്ല. എല്ലാവർക്കും ബാധിക്കും. കണ്ണേർ ബാധിക്കാനായിട്ട് നമുക്ക് കൂടുതൽ സമ്പത്ത് വേണമെന്നോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വേണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഉയർന്ന പദവിയിലായിരിക്കണോ, അങ്ങനെയൊന്നും ഇല്ല. കണ്ണേർ ബാധിക്കാൻ വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം മതിയാകും. എന്നാൽ ഇതിന് പ്രതിവിധിയും പടച്ച റബ്ബ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിവിധികളും ഉണ്ട്. അപ്പോൾ കണ്ണേർ ബാധിച്ച് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടുമൊക്കെ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ചിലപ്പോൾ കണ്ണേർ മൂലം ഉണ്ടായതാവാം. പക്ഷേ നമുക്കത് തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിക്കാതെ വരും. ഇത് കണ്ണേർ മൂലമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടാവും. ചില രോഗങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് മരുന്നുകളും ചികിത്സകളുമൊക്കെ ചെയ്യും. ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു മാറ്റവും പ്രതിവിധിയും ലഭിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലത് കണ്ണേറിനാലാവും സംഭവിക്കുന്നത്. അപ്പോൾ കണ്ണേർ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, വന്നാൽ ഇനി എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. കണ്ണേർ തട്ടിയാൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന കുറച്ച് അടയാളങ്ങൾ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രതിവിധികൾ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ശരീരം കാണിക്കുന്ന അടയാളം തീരെ ഉറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥ. ഉറക്കം കുറവായിരിക്കും. നമ്മൾ എങ്ങനെ കിടന്നു നോക്കിയാലും നമുക്ക് ഉറക്കം വരാത്ത ഒരവസ്ഥ. അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ കണ്ണേർ നമുക്ക് തട്ടിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന അടയാളമാണ്. ഇനി മറ്റൊരടയാളം എന്ന് പറയുന്നത് ശക്തമായ തലവേദനയാണ്. നമ്മൾ എത്ര ചികിത്സിച്ചിട്ടും, എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും, എന്തൊക്കെ ഡോക്ടറെ കാണിച്ചിട്ടും മാറാത്ത ശക്തിയായിട്ടുള്ള തലവേദന. എന്തുകൊണ്ടാണ് ഇനി തലവേദന എന്ന് കണ്ടെത്താൻ കഴിയാത്ത തലവേദന. ഇനി മറ്റൊരു അവസ്ഥയാണ് പെട്ടെന്ന് നമ്മുടെ മുഖത്തൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കലകൾ, പാടുകളൊക്കെ. ഇത് നമ്മുടെ മുഖത്ത് പെട്ടെന്ന് വരുന്ന ഒരു കറുത്ത് ഇരുണ്ട അവസ്ഥ. മുഖം ഉള്ള ഭംഗി നഷ്ടപ്പെട്ട് എന്തോ ഒരു കറുത്ത കരുവാളിച്ച അവസ്ഥ. ഇതും കണ്ണേറിൻ്റെ ലക്ഷണമാണ്. ഇനി മറ്റൊരവസ്ഥയാണ് കൈകാലുകളിലെ ജോയിൻറ്റുകളുടെയൊക്കെ വേദനകൾ അനുഭവപ്പെടുക. ഇനി മറ്റൊരവസ്ഥയാണ് ശക്തമായിട്ടുള്ള മറവി. നമുക്ക് പെട്ടെന്ന് തന്നെ മറവി അനുഭവപ്പെടുകയാണെങ്കിൽ, പ്രായമൊന്നും അധികമാവാതെ മറവി നമ്മളിലേക്ക് എത്തുകയാണെങ്കിൽ, നമുക്ക് മറവിയാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ മറ്റൊരു വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാണുന്നവരോടെല്ലാം ദേഷ്യം തോന്നുക. ആരെങ്കിലും നമ്മോട് സംസാരിക്കാൻ വരുമ്പോൾ അവരോട് നമ്മൾ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ മറ്റുള്ളവരോട് ദേഷ്യം തോന്നുക. എന്തെന്നില്ലാത്ത ദേഷ്യം, നമുക്ക് തന്നെ എന്തിനാണ് ദേഷ്യപ്പെട്ടത് എന്ന് മനസ്സിലാകാത്ത അവസ്ഥ. അതുപോലെ തന്നെ മറ്റൊരു പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയാണ് ഒറ്റയ്ക്കിരിക്കാനുള്ള പ്രവണത നമ്മൾക്ക് ഉണ്ടാവുക. നമുക്ക് ആരോടും സംസാരിക്കാൻ തോന്നാതെ എല്ലാവരിൽ നിന്നും ഒറ്റയ്ക്ക് അകന്നിരിക്കാൻ തോന്നുക. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതും കണ്ണേറാവാം. ഈ പറഞ്ഞതിൽ നിന്നും ഉറക്കക്കുറവ്, തലവേദന, കൈകാൽ വേദന, ഇങ്ങനെ 5-6 കാര്യങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം കണ്ണേറാണെന്ന്. പിന്നെ ഒരു കാര്യമാണ് ദാമ്പത്യ ജീവിതത്തിൽ താല്പര്യമില്ലായ്മ. അത് നമ്മുടെ കുടുംബ ബന്ധത്തെ തന്നെ ബാധിക്കും. ഇനി മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തലയ്ക്ക് ഭയങ്കര കനം അനുഭവപ്പെടുക. എന്തോ ഒരു കനം കൂടിയ സാധനം നമുക്ക് തലയുടെ മുകളിൽ നിൽക്കുന്നത് പോലെ തോന്നുക. ഇതും കണ്ണേറിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ശരീരം മുഴുവൻ നല്ല ചൂട് അനുഭവപ്പെടുക. ശരീരം മുഴുവനും ഒരു പ്രത്യേക ചൂട് അനുഭവപ്പെടുക. ശരീരം ഒരു ചൂട് പോലെ തോന്നുക. നമ്മൾ മാക്സിമം കണ്ണേർ തട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ കഴിവതും നമ്മൾ മറ്റൊരാളോട് പറയാതിരിക്കുക. മറ്റുള്ളവരുടെ ഇടയിലൊക്കെ നമ്മൾ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറയാതിരിക്കുക. നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ പറയാതിരിക്കുക. എല്ലാവരും നോക്കുന്ന കണ്ണ് ഒരുപോലെ ആയിരിക്കില്ല. അതും കണ്ണേർ തട്ടാനുള്ള കാരണമാണ്. നമുക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടാവണം, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നൊന്നുമില്ല. നമ്മളിലുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ പോലും മറ്റുള്ളവർക്ക് അസൂയ തോന്നിയാൽ അതിൽ നിന്നും നമുക്ക് കണ്ണേറുണ്ടാവാൻ കാരണമായി തീരും. അതുപോലെ തന്നെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ നല്ലോണം പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയും, സ്റ്റാറ്റസ് വെക്കും. ഇങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാഷാ അല്ലാ എന്ന് കൂട്ടിച്ചേർത്ത് പറയണം. മക്കൾക്ക് കണ്ണേർ തട്ടാതിരിക്കാനുള്ള ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലണം. അതിനുള്ള പ്രതിവിധികളൊക്കെ നമ്മൾ ചെയ്യണം. കണ്ണേറിനാലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ.